2025 സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു ടുവേർഡ്സ് എ പ്രൊഡക്റ്റീവ് ലൈഫ്. ഐ മീൻ exercising regularly, eating healthy, sleeping early, even restarting my YouTube channel. ഇന്ന് 10th July 2025, അതായത് ഹാഫ് ഓഫ് ദ ഇയർ ഇസ് ഗോൺ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. യെസ്, കുറേയൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷേ പകുതി വഴി സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ നല്ല ഹാബിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത എന്നറിയോ? എനിക്ക് പറ്റിയ മിസ്റ്റേക്സ്. ഒറ്റയടിക്ക് ഐ പ്ലാൻ ടു ചേഞ്ച് എവറിത്തിങ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു സ്വിച്ച് ഇട്ട മാതിരി എല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കി. അതാണ് എൻ്റെ മിസ്റ്റേക്ക്. അപ്പോൾ ടു ബി കൺസിസ്റ്റൻറ്റ് വിത്ത് വാട്ട് യു ആർ ഡൂയിങ്, ഇനീഷ്യലി സ്റ്റാർട്ട് സ്മോൾ ഓർ ഡു ലെസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് യു വോണ്ട് ടു ബിക്കം ഫിസിക്കലി ഫിറ്റ്, യൂട്യൂബ് പോയിട്ട് ഒരു 1 hour എക്സസൈസിൻ്റെ ഒരു വീഡിയോ എടുത്തു, ഡൗൺലോഡ് ചെയ്തു, അത് നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കിയാൽ കൂടിപ്പോയാൽ 3 days നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റില്ല. നമ്മുടെ ബോഡി മൈൻഡ് ഒന്നും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ അതിന് പകരം ഒരു ഇനീഷ്യലി 5 minutes വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് ടൈം എടുക്കുമായിരിക്കും, പക്ഷേ എവറി വീക്ക് ഒരു 5 minutes ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാനും പറ്റും, നല്ല റിസൾട്ടും ഉണ്ടാവും. അതേപോലെ തന്നെ ഏത് ന്യൂ ഹാബിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും ഒറ്റയടിക്ക് എല്ലാം കൂടി ചെയ്യാതെ എവറി വീക്ക് നമ്മൾ ന്യൂ ഹാബിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടില്ലാതെ കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടുകയും ചെയ്യും. നമ്മുടെ ലൈഫിൽ ശരിക്കും ഒരു ചെറിയ കുഞ്ഞിനൊന്ന് ആലോചിച്ച് നോക്കിയേ. അവർ ആദ്യം ക്രോൾ ചെയ്യും, പിന്നെ നടക്കാൻ തുടങ്ങും, പിന്നെയാണ് ഓടാൻ തുടങ്ങുക. ഒറ്റയടിക്ക് എന്തായാലും നടക്കാനും ഓടാനും ഒന്നും പറ്റത്തില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഏത് കാര്യം ചെയ്യണമെങ്കിലും പയ്യെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഏതൊരു ഹാബിറ്റ് ആയിക്കോട്ടെ എല്ലാത്തിനും അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഹെൽത്തി ഈറ്റിംഗ് ആയിക്കോട്ടെ, ഡയറ്റിംഗ് ആയിക്കോട്ടെ, ഇത് കുറച്ച് സമയം എടുക്കും നമുക്ക് സെറ്റായിട്ട് വരാം. മേ ബി എ മന്ത് ഓർ 2 or 3 months, പക്ഷേ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഹെൽത്തി ഈറ്റിംഗ് ജേർണിയിൽ ഞാൻ കണ്ടുപിടിച്ച ഒരു സാലഡാണ് ഇത്. ഡിന്നറിന് നല്ല ഫില്ലിംഗ് ആയിരിക്കും. ഇതിൻ്റെ ഹീറോ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ അവക്കാഡോ ആൻഡ് ചിക്കൻ ആണ്. അപ്പം ബേസിക്കലി നമ്മൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കാം. പക്ഷേ ചിക്കൻ ഞാൻ വേറൊരു റെസിപ്പിക്കും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ബേസിക് മസാലാസ് വെച്ചിട്ട് ആദ്യം ഒലിവ് ഓയിൽ സ്റ്റിർ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വെജീസിനായിട്ട് റെഡ് ക്യാബേജും പിന്നെ വന്നിട്ട് നമ്മുടെ ക്യാപ്സിക്കം അല്ലേ അതും, പിന്നെ അവക്കാഡോ, ചിക്കൻ, പിന്നെ ഞാൻ യോഗട്ടാണ് എടുത്തിരിക്കുന്നത്. മിൽക്കി മിസ്റ്റിൻ്റെ നമ്മുടെ ഗ്രീക്ക് യോഗട്ട് അല്ലേ, പ്ലെയിൻ ആയിട്ടുള്ളത്, അത് തന്നെ. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ഉപ്പിട്ടു, പിന്നെ ആവശ്യത്തിന് ഒലിവ് ഓയിലും എടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൺസിസ്റ്റൻ്റ് ആവാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ന്യൂ ഹാബിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.